Party, order, arms. Standard is. Front party, attention. Drop, arms. Front party, present, arms. Rest on your arms. Reverse. സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു KP ഉണ്ണികൃഷ്ണൻ അന്ത്യം. കേന്ദ്രമന്ത്രിയായിരുന്നു. മാത്രമല്ല ഡൽഹിയിൽ തൻ്റെ മേൽവിലാസം ഉറപ്പിച്ച ഏറ്റവും നന്നായിട്ട് ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ മലയാളി പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. ഒരുപക്ഷെ അധികാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്ത് KP ഉണ്ണികൃഷ്ണൻ ഇടിമുഴക്കമായിരുന്നു. അജി കുഞ്ഞുമോൻ തത്സമയം കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അജി, വിവരങ്ങൾ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അധികായനായ KPക്ക് കോഴിക്കോട് രാഷ്ട്രീയ കേരളം ഇപ്പോൾ വിട നൽകുകയാണ്. അല്പസമയത്തിനകം മാരാരി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, വടകരയിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KP സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് എന്നും മുറുക്കി പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം വരെ ഇന്നും അത് മുറുക്കി പിടിച്ചുകൊണ്ട് അധികായൻ തന്നെയായിരുന്നു കേരള രാഷ്ട്രീയത്തിനും ഒപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിനും. തുടർച്ചയായി 7 തവണയാണ് അദ്ദേഹം വടകര പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭയിൽ എത്തിയത്. കേരളത്തിലെ ഒരേ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ഏറ്റവും അധികം തവണ വിജയിച്ച വ്യക്തി എന്ന പ്രത്യേകതയും KP ഉണ്ണികൃഷ്ണനുണ്ട്. മാധ്യമപ്രവർത്തന രംഗത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ KPയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തൻ കൂടിയായിരുന്നു KP ഉണ്ണികൃഷ്ണൻ. രാഷ്ട്രീയത്തിൽ ഒട്ടനവധി ശിഷ്യഗണങ്ങളും അദ്ദേഹത്തിന് ഉണ്ട്. നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ഈ വീട്ടിലേക്ക് എത്തിയത്, പത്മാലയത്തിലേക്ക് എത്തിയത്. ഈ പത്മാലയത്തിലായിരുന്നു അദ്ദേഹം തൻ്റെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തെ അവസാനമായി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത്. 1977, 80, 84, 89, 91 വർഷങ്ങളിൽ ലോക്സഭയിൽ വടകരയിൽ നിന്ന് അംഗമായി ഏറ്റവും കൂടുതൽ തവണ MP ആയി എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന ചടങ്ങുകൾ നടക്കുകയാണ്. Party, attention. Party, break off. KP ഉണ്ണികൃഷ്ണന് പൗരാവലി വിട നൽകുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ വിടചൊല്ലൽ. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കുറച്ചു കാലമായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. ഡൽഹി രാഷ്ട്രീയത്തിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു ഒരിക്കൽ KP ഉണ്ണികൃഷ്ണൻ. മാത്രമല്ല, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരുമായി വലിയ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെയൊക്കെ അഭിമാനമായിരുന്നു KP ഉണ്ണികൃഷ്ണൻ എന്ന പത്രപ്രവർത്തകൻ. കുറച്ചു കാലം അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലും മാതൃഭൂമിയിലുമൊക്കെ ജോലി ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ചെന്ന് കേന്ദ്രമന്ത്രിയായിട്ടും അദ്ദേഹത്തിന് തൻ്റെ മേൽവിലാസം ഉറപ്പിക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ കൂടി KP ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.